ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പാട്ടം ഉണ്ടാക്കിയത്. അപ്പോൾ രാവിലെ തന്നെ ഉണ്ടാക്കിയ ആദ്യത്തെ ട്രിപ്പ് വേവിക്കാനായിട്ട് വെച്ചിട്ട് ആ ചൂടോടുകൂടി തന്നെ അടുത്ത ട്രിപ്പ് ഞാനിങ്ങനെ വേഗം പിഴിഞ്ഞ് വെച്ചതാണ്. അപ്പോൾ ഇവിടെ മുറ്റത്ത് തന്നെ വട്ടയുടെ ഇല നിൽക്കണ്ടായിട്ട് നല്ല കുഞ്ഞു കുഞ്ഞ് തൈയാണ്, പക്ഷേ നമുക്ക് പറിച്ചെടുക്കാൻ എളുപ്പമാണ്, പൊക്കത്തിലല്ല താഴെ തന്നെയാണ്. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ എടുത്ത് ക്ലീൻ ആക്കിയിട്ട് അതിലേക്കാണ് ഇത് പരത്തി വെച്ചത്. അപ്പോൾ ഈ ചൂടോടുകൂടി തന്നെ വയ്ക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ നേരത്ത് എളുപ്പമായിരിക്കും. അത് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കൈവേദന എടുക്കൂട്ടോ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ. പിന്നെ അതിന് കറി ഉണ്ടാക്കിയത് മുട്ടക്കറിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് അടിച്ചു വരാനായിട്ട് വരുമ്പോൾ ഇവിടെ ഒരാൾ നല്ല റെസ്റ്റിലാട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഡെലിവറിയൊക്കെ കഴിഞ്ഞു, കുഞ്ഞിനെ ഒളിപ്പിച്ച് വെച്ചേക്കാന്ന്. അപ്പോൾ അതേ കുഞ്ഞിനെ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ അടിയിൽ മുകളിൽ അമ്മയും താഴെ കുഞ്ഞായിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷേ ഈ കുഞ്ഞിനെ കണ്ടിട്ട് എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഇതിനെ കണ്ടിട്ട് ഒരു വയറൊക്കെ വീർത്തോ എന്തോ, ഇങ്ങനെ നടക്കുമ്പോൾ ഇതിങ്ങനെ മറിഞ്ഞ് ചാടാണ്. എന്തായാലും പുള്ളിക്കാരി നല്ല ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ മാത്രമേ ഇരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അവരവിടെ അവരുടെ ലോകത്താണ്. പിന്നെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്ന് ടെറസിന് മുകളിൽ പോയതാണ്. അപ്പോൾ അവിടെ കുറച്ച് മുരിങ്ങയിലയും 2-3 കോവയ്ക്കൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ കുറച്ച് കോവയ്ക്ക ഇവിടെ വേറെ ഇരിപ്പുണ്ടായി. അപ്പോൾ ഞാനെന്നാൽ ഇത് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം, ആ മുരിങ്ങയുടെ ഇല തോരനും വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ആദ്യമേ തന്നെ പപ്പടം അങ്ങോട്ട് വറുത്തെടുത്തിട്ട് ആ എണ്ണയിൽ തന്നെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കോവയ്ക്കൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ 2 പയറുണ്ടായത് അതും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒടിക്കണ പാകത്തിനാണ്. അപ്പോൾ അതിനി ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് മൂത്ത് പോണ പയറാണ്. നമ്മൾ ഈ പയറായിട്ട് മെഴുക്ക് പുരട്ടിയും തോരനൊക്കെ ഉണ്ടാക്കുന്ന പയറുണ്ടല്ലോ, ആ പയറാണിത്. ഇത് ഒടിയൻ പയറല്ല ശരിക്കും. അപ്പോൾ ഇത് ഈ പാകത്തിന് കിട്ടിയപ്പോൾ ഞാൻ എടുത്തതാണ്. അപ്പോൾ അതും ഈ കോവയ്ക്കയുടെ കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ ഗ്യാപ്പ് കിട്ടുന്നതനുസരിച്ച് ആ മുരിങ്ങയുടെ എല്ലാം ഇങ്ങനെ ഊരി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മെഴുക്ക് പുരട്ടിക്കുള്ളതൊക്കെ അരിഞ്ഞെടുത്തു. പിന്നെ അതിലേക്ക് പച്ചമുളകും സവാളയൊക്കെ കീറിയിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അത് മെഴുക്ക് പുരട്ടിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇപ്പം നമുക്കിങ്ങനെ വീട്ടിൽ നിന്ന് കിട്ടണ സാധനങ്ങളാണല്ലോ, നമ്മുടെ മുറ്റത്തു നിന്ന് തന്നെ നമ്മൾ പൊട്ടിച്ചതാണ്. മുറ്റത്തല്ല, ഞാൻ ടെറസിന് മുകളിലാട്ടോ നട്ടേക്കണത്. അപ്പോൾ അത് അപ്പോൾ തന്നെ നമ്മളത് കറി വെച്ചെടുക്കുകയാണെങ്കിൽ ഒരു വല്ലാത്ത ടേസ്റ്റ് ആട്ടോ അതിന്. നമുക്കിങ്ങനെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് എടുക്കണതിന് മുമ്പ് തന്നെ നമ്മൾ ആ പൊട്ടിച്ച വഴി തന്നെ കറി വയ്ക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അത് നമ്മൾ എത്ര വാങ്ങിയാലും ഏത് കടയിൽ നിന്ന് വാങ്ങിയാലും ആ ടേസ്റ്റ് അത്രയുള്ള ടേസ്റ്റുള്ള പച്ചക്കറി കിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുള്ളെങ്കിലും ഞാനത് വേഗം റെഡിയാക്കി എടുത്തതാണ്. അങ്ങനെ കോവയ്ക്കൊക്കെ റെഡിയാക്കി പപ്പടമൊക്കെ ഒരു പാത്രത്തിലേക്ക് തണുക്കാതെ എടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോഴത്തേനും മുരിങ്ങയിലയൊക്കെ ഊരി ക്ലീനാക്കി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതും കൂടി ഒന്ന് തോരനാക്കി എടുക്കാൻ വേണ്ടിയാണ്. പിന്നെ അതിലേക്ക് സവാളയും നമ്മൾ ചതച്ച മുളകാട്ട് ഇട്ട് കൊടുത്തത് അതുകൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഈ മുരിങ്ങയുടെ ഇലയും കൂടി ഇട്ട് ഉപ്പും ഇട്ടിട്ട് വേവായി വരുമ്പോൾ തേങ്ങ ഇട്ട് ഇളക്കിയെടുക്കും. അപ്പോൾ അതാണ്. പിന്നെ ഇന്ന് കറിയാണെങ്കിൽ ഇരിപ്പുണ്ട് കേട്ടോ. ഇന്നലെ വെച്ച മീൻ കറി ഉണ്ട് ബാലൻസ്. അപ്പോൾ പിന്നെ വേറെ ചാറ് കറിയൊന്നും വെച്ചിട്ടില്ല. പിന്നെ ഊണൊക്കെ കഴിച്ചിട്ടൊന്ന് പുറത്ത് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നല്ല വെയിലാണ്, ഒരു വല്ലാത്ത വെയിൽ കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വേനൽക്കാലം ആകുമ്പോഴത്തേനും എന്താവും എന്നൊക്കെ മക്കളുടെ അടുത്ത് പറയായിരുന്നു കേട്ടോ. അത്ര ചൂടാണ് ശരിക്കും. നല്ലൊരു വേനൽക്കാലത്ത് എങ്ങനെയാണോ അത്ര ചൂടാണ് ഇപ്പോൾ വെയിലിന്. ഇത്രയും മഴ പെയ്തതിൻ്റെ ഒരു തോന്നൽ പോലും ഇല്ല, അത്ര അങ്ങോട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. മുറ്റാണെങ്കിലും പോരാത്തതിന് മുറ്റത്ത് നിന്ന് കുറേ മരങ്ങളൊക്കെ വെട്ടിയും പോയിട്ടുണ്ടല്ലോ ഇത്തവണ. അപ്പോൾ അത് കാരണമാണെന്ന് തോന്നുന്നു, ഭയങ്കര ചൂടാണ് ഇവിടെ. ഒരു തണലും ഇല്ലാതെയായിട്ടുണ്ട് മുറ്റത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ. അപ്പോൾ പിന്നെ ഉച്ച കഴിഞ്ഞൊരു 3 മണിയായപ്പോഴാണ് ഞങ്ങൾ പുറത്തേക്ക് പോയിട്ടോ. അപ്പോൾ നല്ല ദാഹം തോന്നിയപ്പോൾ ഷെയ്ക്ക് വേണമെന്ന് പറഞ്ഞിട്ട് മക്കൾ ഷെയ്ക്ക് കുടിക്കാൻ കയറിയതാണ്. പിന്നെ തിരിച്ചു വന്ന വഴിക്ക് പരിപ്പ് വട വാങ്ങിയിട്ടാട്ടോ വന്നത്. പരിപ്പ് വട വാങ്ങി വന്നിട്ട് പിന്നെ വീട്ടിൽ വന്ന് കട്ടൻ ചായ ഉണ്ടാക്കി പരിപ്പ് വടയൊക്കെ കൂട്ടി കഴിച്ചു. ഇനിയിപ്പോൾ വെയിലായതുകൊണ്ട് തന്നെ വൈകുന്നേരത്തേക്ക് വീണ്ടും നമ്മുടെ ചെടി നനയ്ക്കൽ ജോലി വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യമൊക്കെ മഴ പെയ്യുമ്പോൾ പിന്നെ നമുക്ക് ആ ഒരു ജോലി ഉണ്ടാവില്ല. ഇതിപ്പോൾ രാവിലെ ടെറസിന് മുകളിൽ കയറി നനയ്ക്കണം, വൈകുന്നേരം മുറ്റത്ത് നനയ്ക്കണം. അങ്ങനെ ഇപ്പോൾ ആ ജോലി വീണ്ടും കിട്ടിയിട്ടുണ്ട്. ടെറസിന് മുകളിലാണെങ്കിൽ കുറേയൊക്കെ പോയിട്ടുണ്ട്, കുറേയൊക്കെ എൻ്റെ ഹസ്ബൻഡ് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ വാരി വലിച്ച് നട്ടേക്കാണ്, കാട് പിടിച്ചേക്കാണെന്ന് പറഞ്ഞിട്ട് കുറേയൊക്കെ ഇങ്ങനെ ക്ലീനാക്കി പോയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു തക്കാളി തൈയും പച്ചമുളക് തൈയൊക്കെ താഴെ വെച്ച് നോക്കിയതാട്ടോ ഉണ്ടാവുമെന്നറിയാൻ. മുകളിൽ വയ്ക്കുമ്പോൾ ഉണ്ടാവണ അത്രയും താഴെ വെച്ചാൽ ഉണ്ടാവണില്ല കേട്ടോ. എന്നാലും അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് 1-2 എണ്ണമൊക്കെ.
ഇപ്പോൾ റോസയിലൊക്കെ നന്നായിട്ട് പൂവുണ്ടാവണ സമയമാണെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാ റോസയിലും ഇപ്പോൾ പൂവുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഓണത്തിന് കുട്ടികൾ പൂ പറിക്കാനായിട്ട് വന്നപ്പോൾ ഇവിടെ മൊത്തം റോസാപ്പൂക്കളായിരുന്നു. അവർ റോസാപ്പൂക്കളൊക്കെയാണ് കൊണ്ടുപോയത്. ഇത് വെള്ള റോസയിലൊക്കെ ആ സമയത്ത് കുറേ പൂവുണ്ടായി. ഇപ്പോൾ വെള്ള റോസയിൽ പൂ കാണുന്നില്ല. അങ്ങനെ ചെടികളെയൊക്കെ ഒന്ന് നോക്കി നടക്കുകയാണ്. ഇനി ഇവരെയൊക്കെ ഒന്ന് നനച്ചു കൊടുക്കണം. ഇത് ഇങ്ങനെ കാണുമ്പോൾ ഒരു നല്ല സന്തോഷമായിട്ട്. അപ്പോൾ ഈ സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണ് പിന്നെയും നട്ടു വയ്ക്കണത്. എൻ്റെ അടുത്ത് ചോദിക്കുക എന്തിനാ ഈ പാട് കഴിക്കണേ, എല്ലായിടത്തും ഇരുന്നാൽ പോരെയെന്ന്. പക്ഷേ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടില്ലെങ്കിൽ എന്തോ ഒന്നും ഒരു 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 വല്ലാത്ത ഫീലിംഗ് ആട്ടോ. അപ്പോൾ എന്തെങ്കിലും പൂക്കളും പച്ചപ്പും ചെടികളൊക്കെ കാണണം, എന്നാലാണ് മനസ്സിനൊരു സന്തോഷമുള്ളൂ. ഇതിപ്പോൾ ഒരു ജോലിയായിട്ടൊന്നും എനിക്കങ്ങനെ തോന്നാറില്ല ഇത് നനയ്ക്കൽ. പക്ഷെ അവർ പറയും ഇതൊരു വല്ലാത്ത ജോലി, മുകളിൽ കയറി നനയ്ക്കണം, താഴെ നനയ്ക്കണം, വേണ്ട അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ അവർ പറയും. പക്ഷേ എനിക്കതൊരു ജോലിയല്ല കേട്ടോ, എനിക്കതൊരു സന്തോഷമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ വരാം.